ബാറയ്ക്കുമോറും ഇസ്രയേൽ മക്കൾ യാത്ര പുറപ്പെടെ യരിഹോവിന്റെ സമയത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രയേൽ അവരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രയേൽ മക്കളെക്കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട് കാള വയലിലെ പുല്ലും നക്കിക്കളയുന്ന പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാക്കായിരുന്നു. അവൻ ബയലേരിന്റെ മകനായ ബിലെയാമിനെ വിളിപ്പാൻ അവന്റെ സജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള ബിദരിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാരായതുകൊണ്ട്. പക്ഷേ അവരെ തോൽപ്പിച്ച് ദേശത്ത് നിന്ന് ഓടിച്ചു കളവാൻ എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ട, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയിച്ചു. മോവാബ്യ മൂപ്പന്മാരും മിദ്യാന മൂപ്പന്മാരും കൂടെ കയീൻ പ്രശ്നദക്ഷിണമായി ബിലെയാമിന്റെ അടുക്കൽ ചെന്നു. ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർപ്പിൻ, യഹോവ എന്നോട് അരുളി ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. മോവാബ്യ പ്രഭുക്കന്മാർ ബിലാമിനോട് കൂടെ പാർത്തു. ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്ന്, നിന്നോട് കൂടിയുള്ള ഈ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. ബിലെയാം ദൈവത്തോട്, ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. പക്ഷേ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു കളവാൻ എനിക്ക് കഴിയുമെന്നിങ്ങനെ മോവാബ് രാജാവായ സിപ്പോരിന്റെ മകനായ ബാലാക്ക് എൻ്റെ അടുക്കൽ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ബിലാമിനോട്, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും വരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് കൽപ്പിച്ചു. ബിലെയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട്, നിങ്ങളുടെ ദേശത്തേക്ക് പോകുവിൻ, നിങ്ങളോട് കൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരില്ല എന്ന് പറഞ്ഞു. മോവാബ് പ്രഭുക്കന്മാർ പുറപ്പെട്ട് ബാലാക്കിന്റെ അടുക്കൽ ചെന്നു. ബിലെയാമിന് ഞങ്ങളോട് കൂടെ വരുവാൻ മനസ്സിലായെന്ന് പറഞ്ഞു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യന്മാരെ അധികം പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബിലെയാമിന്റെ അടുക്കൽ വന്ന് അവരോട്, എന്റെ അടുക്കൽ വരുന്നതിന് മുടക്കം ഒന്നും പറയരുതേ. ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും. നീ എന്നോട് പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം. വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണേ എന്ന് സിപ്പോരിന്റെ മകനായ ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ യഹോവ കൽപ്പന ലംഘിച്ച് ഏറിയോ കുറയോ ചെയ്താൽ എനിക്ക് കഴിയുന്നതല്ല. ആകയാൽ യഹോവ ഇനിയും എന്നോട് ഇതെന്ത് അരുളി ചെയ്യുമെന്ന് ഞാൻ അറിയട്ടെ എന്ന് ഈ രാത്രി ഇവിടെ പാർപ്പിനെന്ന് ഉത്തരം പറഞ്ഞു. രാത്രി ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്ന്, അവൻ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നുവെങ്കിൽ പുറപ്പെട്ട അവരോട് കൂടെ പോക, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. ബിലെയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ് പ്രഭുക്കന്മാരുടെ കൂടെ പോയി. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവന് കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്ന കഴുത കണ്ടു. കഴുത വായിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വയലിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അവനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുവരും തമ്മിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്ക് വഴിയിൽ നിന്ന് യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലിനരികെ ഒതുങ്ങി. ബിലെയാമിന്റെ കാൽ മതിലിനോട് ചേർന്ന് ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ കഴിയില്ലാത്ത ഒരു ഇടുക്കിയിടയിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ ഇടന്ന് കളഞ്ഞ് ബിലെയാമിന്റെ കോപം ചൊലിച്ച് അവൻ കഴുതയെ വടികൊണ്ടടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ബിലെയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എൻ്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നു കളയുമായിരുന്നു പറഞ്ഞു. കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലേ, ഇക്കാലമൊക്കെ എൻ്റെ പുറത്തല്ലേ നീ കയറി നടക്കുന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടെന്ന് ചോദിച്ചു. ഇല്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി കൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഇന്ന് 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതെന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയെ പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. കഴുത എന്നെ കണ്ട് ഈ 3 പ്രാവശ്യം എന്നെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയും, അതിനെ ജീവനോട് രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ബിലെയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്ക് എതിരായി വഴി നിന്നിരുന്നു എന്നും ഞാൻ അറിയുന്നില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന വഴിയിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ ബിലെയാമിനോട്, ഇവരോട് കൂടെ എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവെന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് കൂടെ പോവുകയും ചെയ്തു. ബിലെയാം വരുന്നു എന്ന് ബാലാക്ക് കേട്ടപ്പോൾ അനോൻ തീരത്ത് ദേശത്തിന്റെ അതിരുള്ള മോവാബ് അവനെ എതിരേറ്റു. ബാലാക്ക് ബിലാമിനോട്, ഞാൻ നിന്നെ വിളിപ്പാൻ അയച്ചില്ലയോ? നീ വരാതിരുന്നത് നിന്നെ ബഹുമാനിച്ച് എനിക്ക് കഴിയില്ലേ എന്ന് പറഞ്ഞതിന് ബാലാക്കിനോട്, ഞാൻ വന്നിരിക്കുന്നുവല്ലോ,
എന്നാൽ എന്തെങ്കിലും പറയുവാൻ എനിക്ക് കഴിയുമോ? ദൈവം എൻ്റെ നാവിന്മേലാക്കി തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിലാം ബാലാക്കിനോടുകൂടെ പോയി. അവൻ കിര്യത്ത് ഹൂസോത്തിലെത്തി. ബാലാക്ക് കാളകളെയും ആടുകളെയും അറുത്ത് ബിലാമിനെ അവനോടുകൂടെ പ്രഭുക്കന്മാർക്കും കൊടുത്തയച്ചു. പിറ്റേന്നാൾ ബാലാക്ക് ബിലാമിനെ ബാമോത്ത് ബാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വന്ന അവൻ ജനത്തിന്റെ ഒരറ്റം കണ്ടു. ദൈവമേ സുയോഗ്യമാവുന്നു, ബാർക്കുമോ.